ഹലോ ഫ്രണ്ട്സ്, കല്ലു സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു തീയലുണ്ടാക്കിയാലോ? അപ്പോൾ വരൂ, നമുക്ക് എങ്ങനെയാണ് തീയലുണ്ടാക്കേണ്ടതെന്ന് നോക്കിയാലോ. ഇപ്പോൾ കുറച്ച് പച്ചക്കറി നമ്മൾ എടുത്തിട്ടുണ്ട്. വെള്ളരിക്ക, പടവലങ്ങ, വെണ്ടയ്ക്ക, കത്തിരിക്ക, തക്കാളി, കുറച്ച് ചെറിയ ഉള്ളി, 2-3 പച്ചമുളക് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. വെള്ളരിക്കയുടെ തൊലിയൊക്കെ ചെത്തി കളയണം കേട്ടോ. എല്ലാം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി കോരാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളിയും കൂടി നമുക്കിതിൽ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. നമ്മൾ കുക്കറിലല്ലാതെ വേവിക്കുകയാണെങ്കിൽ തീയിലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് പുളി ഒഴിച്ചാലും മതി കേട്ടോ. ഇത് കുക്കറിലായതുകൊണ്ട് നമുക്ക് പുളിയൊക്കെ കഷ്ണത്തിൽ പിടിച്ച് വരണമല്ലോ, അതുകൊണ്ടാണ് നേരത്തെ ഒഴിച്ച് കൊടുക്കുന്നത്. ഇവിടെ തീയിൽ നല്ലപോലെ വേവണമാണ് ഇഷ്ടം ചേട്ടന്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റായിട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത്രയും നേരം വേവാനും ലേറ്റാവും. ഇത് കുക്കറിൽ കിടന്ന് വേവും പോലെ വെന്ത് വരികയില്ല കേട്ടോ. അപ്പോൾ നമുക്കതിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ നല്ലപോലെ കഷ്ണത്തിൽ പിടിക്കാൻ വേണ്ടി നമുക്കതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കുക്കർ അടച്ച് അത് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇപ്പം തീയിൽ വെച്ചിട്ട് കുറേ നാളായി കേട്ടോ. കാരണം രാവിലെ അവരെല്ലാവരും അങ്ങനെ ഒഴിക്കാൻ കൊണ്ടുപോകണത് കുറവാണ്. അതുകൊണ്ട് തീയിലൊക്കെ വെച്ചിട്ട് കുറേ ആയി. ഇന്ന് കുറച്ച് സമയം കിട്ടിയോണ്ട് തീയിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും കുക്കറിൽ ഇരുന്ന് ഗിയോ എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം 4-5 വിസിൽ ഞാൻ അടുപ്പിച്ച് കേട്ടോ. കാരണം വല്ലാതെ വേവണമല്ലോ. അപ്പം തേങ്ങ ഉടച്ചപ്പോൾ തന്നെ നമ്മളിങ്ങനെ കയണ്ട് പോയി എന്ന് പറഞ്ഞു വെച്ചാൽ തേങ്ങ ചിരട്ടയിൽ നിന്ന് ഇളകി വന്നു. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ ഗ്രീൻ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അതിൽ വെച്ച് എല്ലാ തേങ്ങയും ഗ്രീൻ ചെയ്താണ് എടുത്തത്. അതുകൊണ്ട് മിക്സിയിൽ വെച്ച് ഒരു അടി അടിച്ച്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടി മിക്സിയിലൊരു അടി അടിച്ച് തേങ്ങ എടുക്കുന്നത് എളുപ്പമാണ്. എടുത്ത് ഞാൻ നമ്മൾ വറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇച്ചിരി ചട്ടിയിലോട്ട് ഇട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. ഒരുപാട് വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ തന്നെ വറുത്തെടുക്കണം. നല്ല മൂപ്പിച്ച് വറക്കണമല്ലോ, അതുകൊണ്ട് അടി പിടിക്കാൻ നല്ലപോലെ വറുത്തെടുക്കുകയാണ്. അപ്പം ഇതിനിടയ്ക്ക് ഞാൻ 2-3 കുഞ്ഞുള്ളിയൊക്കെ തൊലിച്ചു, അതും കൂടി അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും കൂടി ഇട്ട് വേണം വറക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് വറുത്ത് കൊടുക്കാം. അപ്പം തേങ്ങ കണ്ടാൽ തോന്നുമ്പോൾ മുളക് പൊടി ചേർത്തില്ല. തേങ്ങ നല്ലപോലെ മൂത്ത് വന്നതാണ്, നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായില്ലേ. നമുക്കിനി ഇതിലോട്ട് ആവശ്യത്തിന് എരി ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ മതി. എരി വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഈ പൊടികളെല്ലാം ഒരു പച്ച മണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ചെറിയ തീയിലിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ മണി ഏകദേശം 11:30 കഴിഞ്ഞു കേട്ടോ. 11-12 മണിയാവാറായി. ഞാൻ കാപ്പി കുടിച്ചിട്ടില്ലായിരുന്നു. ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ. തീ ഓഫ് ചെയ്തിട്ട് ഞാൻ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുട്ടും ചെറുപയറും പപ്പടം വരുന്ന കേട്ടോ ഇന്നത്തെ കാപ്പി. കേശുവിന് വേണമെന്ന് പറഞ്ഞുണ്ടാക്കിയതായിരുന്നേ. അപ്പോൾ കല്യാണി വെള്ളം ചോദിച്ചപ്പോൾ കല്യാണി വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പുട്ടെങ്ങാനും എന്നെ കണ്ടില്ലെങ്കിൽ പുട്ട് തൊണ്ടേ കുഴിഞ്ഞ് ചത്തുപോയി എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ കഷ്ണം വെന്തോ നോക്കാം. നമ്മൾ എയറൊക്കെ പോയോ നോക്കിയിട്ട് കുക്കർ തുറന്നിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം തേങ്ങ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ, അത് തീയൽ വേണ്ടി ഞാൻ അരച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചിട്ട് വന്ന് ഞാനത് അരച്ചു. അതിന് ശേഷമാണ് കുക്കർ തുറന്നത് കേട്ടോ. അപ്പം നല്ല പണ്ട് അമ്മയൊക്കെ പറഞ്ഞ നല്ല മഷി പോലെ അരക്കണമെന്ന് തീയലിന്. ഇത് എന്ന് വെച്ചാൽ നല്ല ഒരു തരി പോലും ഇല്ലാതെ തീയൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം മതി. കട്ടിക്കിരിക്കണമാണ് ഇഷ്ടം കേട്ടോ. തീരെ വെള്ളം പോലെ ആവണം ഇവിടെ ഇഷ്ടമില്ല. അതുകൊണ്ട് കുറച്ച്, എന്നാലും ജാറൊക്കെ ഞാൻ കഴുകി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ നല്ല വിലയല്ലേ. അപ്പോൾ ഞാൻ ജാറൊക്കെ കഴുകി ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ പോലും വയ്ക്കാതെ ചൂടാക്കി ഒരാഴ്ച വരെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അടിപൊളി സെറ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല മണമൊക്കെ വരണുണ്ട്. ഇവിടെ അമ്മയൊക്കെ ഉള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തീയൽ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ തീയൽ വല്ലപ്പോഴും ഒരുക്കിയാക്കിയത്. നമുക്ക് കടു വറക്കാം. നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കാൻ ഇട്ടു, കടു ഇട്ട് കൊടുത്തു, മുളക് ഇട്ട് കൊടുത്തു. ഇത് നമ്മൾ തേങ്ങ വറുത്ത ചീനച്ചട്ടിയാണ്, അഴുക്കല്ല. അതിനിപ്പം വേറെ ഒരെണ്ണം എടുത്ത് അതും കൂടി ഞാൻ കഴുകണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മടിച്ച് ഈ തേങ്ങ വറുത്ത ചീനച്ചട്ടി തന്നെ കടു വറക്കായിരുന്നു കേട്ടോ. നമ്മൾ അടിപൊളി തീയൽ സെറ്റായിട്ടുണ്ട് കേട്ടോ. ചോറിന് കഴിച്ച് നോക്കണം. ഒരിക്കൽ ചൂട് ചോറിനോട് ഒഴിച്ച് കഴിച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, സീ യു.